നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസത്തെ എന്നും എതിർക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു തലമുറയുടെ, ഒരു നാടിൻ്റെ നാശമാണ് കമ്മ്യൂണിസം എന്ന് ഉത്തരം പറയേണ്ടി വരും. കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഇത് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നാശമാണെന്ന് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിസത്തെ തൊഴിച്ചറിഞ്ഞതിന് ശേഷമാണ് കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഓരോ നാടും രക്ഷപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 9.5 കൊല്ലത്തെ പിണറായി വിജയൻ്റെ ഭരണം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പരസ്യം ചെയ്തിട്ട് പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോയത് തന്നെ കമ്മ്യൂണിസത്തിൻ്റെ കാപ്പട്യം വെളിവാക്കുന്നതാണ്. ഇപ്പോഴും പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം മറ്റുള്ളവർ മാതൃകയാക്കണമെന്നാണ്. ഇവരുടെ ഈ തെറ്റിദ്ധരിപ്പിക്കലാണ് പൊളിച്ചു കാണിക്കേണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ ഏതാനും കൊല്ലത്തെ വീഴ്ചകൾ നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് കാരണം? അവരുടെ ശമ്പള കുടിശ്ശിക സർക്കാർ അനുവദിച്ചിട്ടില്ല. ചർച്ചകൾക്കും തയ്യാറാകുന്നില്ല. ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നും എൻട്രി കേഡർ തസ്തികയിൽ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 22-നാണ് ഡോക്ടർമാർ അധ്യാപക ബഹിഷ്കരണ സമരം തുടങ്ങിയത്. ഇതുകാരണം മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നഷ്ടമാകുന്നുണ്ട്. ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SFI പോലും സമരം നടത്തുന്നവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നറിയുമ്പോഴാണ് എത്ര ചീഞ്ഞളിഞ്ഞ് പുഴുത്തു നാറിയ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്. സമരത്തിന് മുമ്പായി ഡോക്ടർമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ധനമന്ത്രി KN ബാലഗോപാലിനെയും നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം നടത്തുന്നവർക്ക് കുടിശ്ശികയുണ്ടായിരുന്നത് 158 കോടിയോളം രൂപയാണ്. കുറച്ചെങ്കിലും കൊടുക്കാം എന്നുള്ള ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാതെ വന്നപ്പോൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാർ നിർത്തിവെച്ചു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള 21 ആശുപത്രികളിൽ നിന്നായി വിതരണക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്നത് 158 ലക്ഷം രൂപയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്നും രോഗികളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ട ഗതികേടും കേരളത്തിലെ ഒരു ഡോക്ടർക്കുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് ഗതികെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2018 ഏപ്രിൽ മാസത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഞ്ചൽ കരുകോൺ സ്വദേശിയായ രാജേഷ് എന്ന ചെറുപ്പക്കാരൻ്റെ കാൽ വിരലുകളിൽ എലി കരണ്ടത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട ഇടതുകാലിൽ പൊട്ടലുണ്ടായി ഇരുമ്പ് പ്ലേറ്റിട്ട് മരവിച്ചിരുന്നതുകൊണ്ട് എലി കരണ്ടത് രാജേഷ് അറിഞ്ഞില്ല. 2023 ജനുവരിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ എലി കടിച്ചു. പൗടിക്കോണം സ്വദേശിനിയായ ഗിരിജാകുമാരി എന്ന 58-കാരിയായിരുന്നു ആ നിർഭാഗ്യവതി. തീവ്ര പരിചരണ വിഭാഗമായ യെല്ലോ സോണിൽ ഡയാലിസിസ് കഴിഞ്ഞ് നിരീക്ഷണത്തിലിരിക്കുമ്പോഴാണ് ഗിരിജാകുമാരിയെ എലി കടിച്ചത്. എലി കടിച്ച വിവരം പുറത്തു പറഞ്ഞതോടെ ഇവരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ 42 മണിക്കൂറാണ് ഒരു രോഗി കുടുങ്ങിയത്. പോങ്ങുമൂട് സ്വദേശിയായ രവീന്ദ്രൻ നായരാണ് നടുവേദനയെ തുടർന്ന് അസ്ഥിരോഗ വിദഗ്ധനെ കാണാനെത്തി ഏകദേശം 2 ദിവസത്തോളം തുടർച്ചയായി ലിഫ്റ്റിൽ കുടുങ്ങിയത്. സംഭവം നടന്നത് 2025 ജൂലൈ 13-ന്. ഓരോ ദിവസവും ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളെത്തുന്ന മെഡിക്കൽ കോളേജിലാണ് ഈ ദുരവസ്ഥ എന്നോർക്കണം. കോവിഡ് ബാധിച്ച സ്ത്രീയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച നാണം കെട്ട സംഭവവും ഉണ്ടായി കേരളത്തിൽ. പീഡിപ്പിക്കുക മാത്രമല്ല, ആ രംഗങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. 2020 സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയെ പീഡിപ്പിച്ചത് ആശുപത്രി ജീവനക്കാരനായ ശശീന്ദ്രൻ തന്നെയായിരുന്നു. വിവാദമായപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് പോയി ആരോഗ്യമന്ത്രിയെ നേരിട്ട് മുഖം കാണിച്ചിട്ടും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് നീതി കിട്ടിയില്ല. ഒടുവിൽ അവർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു. അവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. 2025 നവംബറിലാണ് കൊല്ലം പന്മന സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ വേണു ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് താൻ മരിക്കുകയാണെങ്കിൽ അതിനുത്തരവാദി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണെന്നുള്ള ശബ്ദ സന്ദേശം വേണു സുഹൃത്തിന് അയച്ചിരുന്നു. വേണുവിൻ്റെ മരണശേഷം ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയും അത് വലിയ വിവാദമാകുകയും ചെയ്തു. പക്ഷേ നാണം കെട്ടവൻ്റെ ആസ്ഥാനത്തിൽ ഒരാൾ കിളിർത്താൽ അതും ഒരഭിമാനം എന്ന മട്ടായിരുന്നു സർക്കാരിനും ആരോഗ്യവകുപ്പിനും. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയിൽ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ സംഭവം അരങ്ങേറിയതും ആരോഗ്യരംഗത്ത് നമ്പർ 1 ആയ കേരളത്തിൽ. 2022 സെപ്റ്റംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടയിലാണ് ഹർഷിന എന്ന രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയത്. 5 വർഷമാണ് ഹർഷിന ആ കത്രികയുമായി ജീവിച്ചത്. ഇപ്പോഴും അവർക്ക് നീതിയും നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ കിട്ടാത്തതിനാൽ
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ പ്രതിഷേധിച്ചത് 2025 ഫെബ്രുവരിയിലാണ്. പാവപ്പെട്ട രോഗികൾ പോലും കനത്ത വില കൊടുത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിയായിരുന്നു ഡയാലിസിസ് ചെയ്തത്. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശ്രീഹരി എന്നയാൾ ചികിത്സ കിട്ടാതെ മരിച്ചത് 2025 സെപ്റ്റംബറിലാണ്. 2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയക്കിടയിലാണ് കാട്ടാക്കട സ്വദേശിനിയായ സുമയ്യ എന്ന യുവതിയുടെ നെഞ്ചിൽ 70 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഗൈഡ് വയർ കുടുങ്ങിയത്. രക്തക്കുഴലുകളിൽ ഒട്ടിപ്പിടിച്ചതുകൊണ്ട് ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. 2025 സെപ്റ്റംബർ 24 വീണു പരിക്കേറ്റ് കൈയുടെ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിനോദിനി എന്ന 8 വയസ്സുകാരിക്ക് നീർക്കെട്ടുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് അവളുടെ വലതുകൈ മുറിച്ചുമാറ്റി. ചികിത്സാ പിഴവായിരുന്നു കാരണം. അവൾക്ക് നഷ്ടപരിഹാരം കൊടുത്തത് വെറും 2 ലക്ഷം രൂപ. അവൾക്ക് കൃത്രിമ കൈ വയ്ക്കാൻ സഹായം നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് നിലത്ത് കിടത്തിയിരുന്ന അനിൽകുമാർ എന്ന രോഗിയെ പുഴുവരിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിളപ്പിൽ സർക്കാർ ആശുപത്രിയിൽ ശ്വാസം മുട്ടിന് ചികിത്സയ്ക്കെത്തിയ ബിസ്മിൻ എന്നൊരു ചെറുപ്പക്കാരനും ചികിത്സ കിട്ടാതെ മരിച്ചു. കഴിഞ്ഞ ദിവസം അങ്ങനെ എത്രയോ സംഭവങ്ങൾ. മുമ്പൊരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്തവരെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആക്കിയതിന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളായിരുന്നു ഇതെല്ലാം. ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ മരുന്നുകളോ ഇല്ല. ആകെയുള്ളത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും അടിമ കമ്മികളുടെയും ഒക്കെ നല്ല നാടൻ തള്ളാണ്. ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും പിന്നെയും പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും അധികാരത്തിൽ വരണമെന്ന് മോങ്ങുന്ന വിവരദോഷികളാണ് ഈ നാടിൻ്റെ ശാപം. ജനം ഇതെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരതിന് മറുപടി കൊടുക്കുകയും ചെയ്യും.